കേരളത്തിനുള്ള എയിംസ് പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് എം.കെ. രാഘവൻ എം.പി. കേന്ദ്രം കേരളത്തിന് എയിംസ് അനുവദിച്ചാൽ അത് എവിടെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്, അല്ലാതെ ഏതെങ്കിലും വ്യക്തികൾ അല്ലെന്നും എം.കെ. രാഘവൻ പറഞ്ഞു. ഷൊർണൂരിൽ നിന്നും കാസർകോടേക്ക് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്നും കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് കൂടുതൽ സർവീസുകൾ വേണമെന്നും താൻ ആവശ്യപ്പെട്ടതായി എം.കെ. രാഘവൻ എം.പി. കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. വീണ്ടും ഒരു കേന്ദ്ര ബജറ്റ് വരികയാണ്. മലബാർ ഏറെ പ്രതീക്ഷകളോടുകൂടിയാണ് ഈ ബജറ്റിനെ കാത്തിരിക്കുന്നത്. നേരത്തെയും ബജറ്റുകളിൽ മലബാർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാറുണ്ടെങ്കിലും പലപ്പോഴും ആ പ്രതീക്ഷ തെറ്റുന്ന പതിവാണ് കേന്ദ്ര ബജറ്റിൽ ഉണ്ടാവാറുള്ളത് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇത്തവണയും ആ ബജറ്റ് വരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ബജറ്റ് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എയിംസ് സംബന്ധിച്ച കാര്യങ്ങളുണ്ട്. എയിംസ് എന്ന് പറയുന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മറ്റ് റെയിൽവേ വികസനം സംബന്ധിച്ച കാര്യങ്ങളുണ്ട്. മലബാറിലെ യാത്രാ പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടലുണ്ട്. തുരങ്കപാത പോലുള്ള വിഷയങ്ങളുണ്ട്. മൈസൂരു കേരളവുമായി ബന്ധപ്പെട്ട് ഉള്ള റെയിൽപാതയുടെ കാര്യം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് മലബാർ ഈ ഒരു ബജറ്റിനെ കാത്തിരിക്കുന്നത്. ആ ബജറ്റ് പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് കോഴിക്കോട് എം.പി. എം.കെ. രാഘവൻ കേരള വിഷൻ ന്യൂസിനൊപ്പം. നമസ്കാരം. എങ്ങനെയാണ് പ്രത്യേകിച്ച് ഈ മലബാറിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആവശ്യങ്ങൾ നിരന്തരം പാർലമെൻറ്റിൽ ഉന്നയിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് അങ്ങ്. മാത്രമല്ല ഇനിയിപ്പോൾ ബജറ്റ് വരികയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകളുള്ളത്? ഈ വളരെ പ്രധാനമായും നമുക്ക് നേടിയെടുക്കേണ്ടതൊന്ന് എയിംസാണ്. എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ 2-3 സ്റ്റേറ്റുകളിൽ മാത്രമാണ് ഇനി എയിംസ് അനുവദിക്കാൻ ബാക്കി. അതിലൊന്ന് കേരളമാണ്. കേരളം വളരെ കാലമായി ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിൽ ആവശ്യമായ ഭൂമി നൽകാൻ തയ്യാറായി. 160 ഏക്കർ ഭൂമി കൈമാറി, 100 ഏക്കർ ഭൂമി എക്വിസിഷൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി എയിംസ് ഈ ബഡ്ജറ്റിൽ ഉണ്ടാകണം എന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി കഴിഞ്ഞ കുറേ കാലമായി ശ്രമിക്കുന്നു. ഞാൻ തന്നെ പാർലമെൻറ്റിൽ 1-2 തവണ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് കൊണ്ടുവന്നു. ഒരുപാട് തവണ ബന്ധപ്പെട്ട മന്ത്രിമാരെയും പ്രൈം മിനിസ്റ്ററെല്ലാം കണ്ടു. ഇത്തവണ ബഡ്ജറ്റിൽ ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മറ്റൊന്ന്, ഈ എയിംസുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ എയിംസിന് കിനാലൂരിൽ സ്ഥലം കണ്ടെത്തി അതിൻ്റെ അക്വിസിഷൻ നടപടികളടക്കം മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോഴും ഈ എയിംസിനെ ഈ കോഴിക്കോട് നിന്ന് മാറ്റുക എന്നൊരു ഗൂഢലക്ഷ്യം, ഗൂഢനീക്കം നടക്കുന്നു. അല്ല, അത് എനിക്ക് തോന്നുന്നത് ഇപ്പം എയിംസ് കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടാലും ഈ എയിംസിന് ആവശ്യമായിട്ടുള്ള ഭൂമി നൽകേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഈ വ്യക്തിപരമായി ആർക്കും ഭൂമി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അതിനാവശ്യമായിട്ടുള്ള ഭൂമി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, അത് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഭൂമി കൊടുക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെൻറ് എവിടെയാണ് ഭൂമി കൊടുക്കുന്നത് അവിടെ എയിംസ് വരും. മറ്റൊന്ന്, ഈ ചില വ്യക്തി താല്പര്യത്തിൽ തട്ടി ഇത്തവണയും എയിംസ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു സ്വപ്നം നീളാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അല്ല, അതിൽ വ്യക്തി താല്പര്യത്തിൻ്റെ കാര്യം നോക്കേണ്ടതില്ല. കേരളത്തിന് അനുവദിക്കപ്പെടുന്ന സാധാരണ സംസ്ഥാന സർക്കാരുകളാണ്. ഇത് ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം അനുവദിച്ചാൽ എവിടെ വേണം തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഏറെക്കുറെ തീരുമാനം എടുത്തു കഴിഞ്ഞു. അതിന് സ്ഥലവും കണ്ടെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 160 ഏക്കർ ഭൂമി കൈമാറിക്കഴിഞ്ഞു. ബാക്കി ഭൂമി എക്വിസിഷൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇത് എവിടെയാണ് സ്ഥാപിക്കണം തീരുമാനിക്കേണ്ടത്, വ്യക്തികളല്ല. വ്യക്തികൾ അതിൻ്റെ ഇത് ഒരു ഇവിടെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു പറയുമ്പോൾ അത് സംസ്ഥാന ഗവൺമെൻറ്റാണ് തീരുമാനമെടുക്കേണ്ടത്, വ്യക്തികളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, മലബാറിലെ യാത്രാക്ലേശം വലിയ തോതിൽ രൂക്ഷമാണ്. പ്രത്യേകിച്ച് ഈ കോഴിക്കോട് കണ്ണൂർ, കോഴിക്കോട് കാസർഗോഡ് റൂട്ടിലുള്ള യാത്ര, ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് വലിയ ദുരിതമാണ്. കാരണം ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ തിങ്ങി നിറഞ്ഞ് ഒരു സൂചി കുത്താനിടമില്ലാത്ത വിധം എന്ന തരത്തിലാണ്. അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഇതിലുണ്ടോ? അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ നിരന്തരമായി ഞാൻ ആവശ്യപ്പെടുന്ന കാര്യമാണ്. 1-2 മെമു സർവീസ് പ്രത്യേക വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ ഷൊർണൂരിൽ നിന്ന് കാസർഗോഡേക്ക് ട്രെയിനില്ല.
ഒരു 7 മണിക്കുള്ളിൽ 5 മണി മുതൽ എനിക്കൊന്ന് ഒരു 7 മണിക്കുള്ളിൽ ട്രെയിനില്ല. ഈ ജീവനക്കാർക്കുണ്ടാകുന്ന പ്രശ്നം, കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നം, സ്റ്റുഡൻസ് ഉണ്ടാകുന്ന പ്രശ്നം, മറ്റ് യാത്രക്കാർക്കുണ്ടാകുന്ന പ്രശ്നം. അതുകൊണ്ട് 2 മെമുവിന് വേണ്ടി ശ്രമങ്ങൾ നടന്നു വരികയാണ്. അതുകൂടാതെ നേരത്തെ തീരുമാനമായ യശ്വന്തപുരം കണ്ണൂർ ട്രെയിൻ അതിൻ്റെ എക്സ്റ്റൻഷൻ നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു വരികയാണ്. അതുകൂടാതെ മംഗലാപുരം ഗോവ വന്ദേ ഭാരത് ഇപ്പം നഷ്ടത്തിലാണ് ഓടുന്നത്. അത് കോഴിക്കോടേക്ക് എക്സ്റ്റൻഷന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു 4-5 കാര്യം. പിന്നെ രാമേശ്വരം മുതൽ കൊല്ലൂരേക്ക് ഒരു ട്രെയിൻ നേരത്തെ ബോർഡ് പാസ്സാക്കിയതാണ്, അത് നടപ്പിലാക്കിയില്ല. ഏതായാലും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഈ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൻ്റെ ഇനി പണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത്തരം കാര്യത്തിലുള്ള ഒരു വിഷയം. മറ്റൊന്ന് മൈസൂരിൽ നിന്നുള്ള റെയിൽപാത കേരളവുമായി ബന്ധിപ്പിക്കുന്ന വയനാടിനൊക്കെ ഏറെ പ്രതീക്ഷയുള്ളൊരു കാര്യമാണ്. അല്ല, എനിക്കൊന്നും നേരത്തെ ഉള്ളത് ഈ തലശ്ശേരി മൈസൂർ റെയിൽവേയാണ് സംസ്ഥാന ഗവൺമെൻറ് ഉള്ളത്. പക്ഷേ ഇതുവരെ ഒരു അന്തിമ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. മറിച്ച് നഞ്ചൻകോട് നിലമ്പൂർ റോഡ് റെയിൽ അത് നേരത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ബോർഡും റെയിൽവേ ബോർഡും തമ്മിൽ MOU സൈൻ ചെയ്തതാണ്. ഇപ്പോൾ MOU സൈൻ ചെയ്ത ആ പുതിയ റെയിൽ കണക്ടിവിറ്റി അത് നടപ്പിലാക്കാനുള്ള ഒരു വേഗത ഉണ്ടാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തും. ഈ എയിംസിനും അപ്പുറത്ത് MP എന്ന നിലയിൽ കോഴിക്കോടിന് വേണ്ടി പുതിയ എന്തെങ്കിലും പദ്ധതികൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒന്ന് റെയിൽവേ കണക്ടിവിറ്റിയാണ്. പിന്നെ എയർപോർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. എയർപോർട്ടിലെ കണക്ടിവിറ്റി കൂടണം, എയർപോർട്ടിൻ്റെ എക്സ്പാൻഷൻ വേണം, റൺവേ എക്സ്റ്റൻഷൻ വേണം. അത് നിരന്തരമായി ആവശ്യപ്പെടുന്ന കാര്യമാണ്. കൂടുതൽ ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ കണക്ടിവിറ്റി വേണം, അതും ആവശ്യപ്പെട്ട് വരുന്ന കാര്യമാണ്. ഇത് പൊതുവെ ജനങ്ങളുമായി നാടുമായി ബന്ധപ്പെട്ട പൊതുവായ ആവശ്യങ്ങളാണ് ഞാൻ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ശ്രമങ്ങൾ നടന്നു വരികയാണ്. അതുകൂടാതെ മൈസൂർ പുറക്കാട്ട് ഗ്രീൻഫീൽഡ് റോഡ് അത് നേരത്തെ തുടക്കം കുറിച്ചു, പക്ഷേ തൽക്കാലം മന്ദഗതിയിലാണ്. അതും നടപ്പിലാക്കണം എന്നാണ് എൻ്റെ ആവശ്യം. ഇതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുപോലെ മെഡിക്കൽ കോളേജ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്. മെഡിക്കൽ കോളേജ് PMSS വൈഡ് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വന്നു. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് നൽകേണ്ടുന്ന സ്റ്റാഫിന് ഇതുവരെ കൊടുത്തില്ല. 126 സ്റ്റാഫിന് കൊടുത്തില്ല. അതുകൊണ്ട് സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് അവിടെ കൃത്യമായി ഹോസ്പിറ്റലിൽ ഫംഗ്ഷൻ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന ആരോഗ്യ മേഖല, യാത്രാ മേഖല, ഇതെല്ലാം ബന്ധപ്പെടുത്തി തന്നെയാണ് എൻ്റെ എല്ലാ ശ്രമങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇനിയും ആ ശ്രമം തുടരും. അല്ല, ബജറ്റിൽ പ്രതീക്ഷയാണുള്ളത്. കാര്യങ്ങൾ നടക്കും മലബാറിന് വേണ്ടി. അതുപോലെ പോർട്ടിൻ്റെ ഒരു എക്സ്പാൻഷനുണ്ട്. അത് സംസ്ഥാന ഗവൺമെൻറ് കീഴിലാണ് പോർട്ട്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റാണ് പോർട്ടിന് ആവശ്യമായിട്ടുള്ള പ്രപ്പോസൽ കൊടുക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതുവരെ അങ്ങനെ പ്രപ്പോസൽ കൊടുത്തായി മനസ്സിലാക്കുന്നില്ല. ഞാൻ പലപ്പോഴും ഇടപെട്ട വിഷയമാണ്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് പോർട്ടിന് ആവശ്യമായ പ്രപ്പോസൽ കൊടുത്താൽ അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ്. എന്തായാലും കോഴിക്കോടിൻ്റെ ജനപ്രതിനിധി എന്നതിനുമപ്പുറം അദ്ദേഹം മലബാറിൻ്റെ സമഗ്രമായ ഒരു വികസന ആവശ്യങ്ങളാണ് കേന്ദ്ര സർക്കാരിന് മുൻപിൽ MK രാഘവൻ MP ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ പലതിലും ഈ ബജറ്റിൽ തീരുമാനമുണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ എയിംസിൻ്റെ കാര്യത്തിൽ വ്യക്തി താൽപ്പര്യത്തിന് അപ്പുറത്തുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.